ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ കോഴിമുട്ട സൂക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഫ്രിഡ്ജിലൊക്കെ അതുപോലെ ഒരു കോഴിമുട്ടയുടെ സ്റ്റാൻഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിലായിരിക്കും സൂക്ഷിക്കുക. അപ്പോൾ ധാരാളം ഇതിപ്പോൾ ഏകദേശം ഒരു 6 മുട്ടക്കേ പറ്റുള്ളൂ. അപ്പോൾ ധാരാളം മുട്ടകളൊക്കെ നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇതിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളതൊരു പാത്രത്തിലൊക്കെ ആക്കി ഫ്രിഡ്ജിനുള്ളിലായിരിക്കും വെക്കുക. ചിലപ്പോൾ തന്നെ പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മൂടികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെ വെച്ച് കൊടുത്താൽ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫെക്ഷനിൽ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ ഞാനിത് 2 മൂടി ഞാനിത് അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കണ്ടോ, ഈ ഒരു ലെവലിൽ നമുക്കിത് മുട്ട സൂക്ഷിക്കാൻ പറ്റും. അപ്പം അതിന് സ്റ്റാൻഡ് വേണമെന്നൊന്നും ഇല്ല. കണ്ടോ, ഇങ്ങനെയും നമുക്ക് ഫ്രിഡ്ജിൻ്റെ സ്റ്റാൻഡിലൊക്കെ നമുക്ക് മുട്ട സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് മൂടി ഉണ്ടെങ്കിൽ കളയണ്ട, സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ടിപ്പും കൂടി ഷെയർ ചെയ്ത് തരാം. ചുവന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ധാരാളം തൊലി പൊളിയാനുണ്ടെങ്കിൽ, ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് ധാരാളം തൊലി കളയാൻ, പ്രത്യേകിച്ച് അച്ചാറിന് അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ധാരാളം തൊലി കളയാനുണ്ടാകും. ആ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുക്കാം കേട്ടോ. ഇത് ചൂടുവെള്ളമാണ്. ഈ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചുവന്നുള്ളി ആണെങ്കിൽ കുറച്ച് പച്ച വെള്ളം എടുക്കട്ടെ, സാധാ വെള്ളം. അതിലേക്ക് ഇതുപോലെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അരമണിക്കൂർ ഇതുപോലെ ഒന്ന് കുതിർക്കാൻ വെക്കാം. അതിനുശേഷം തൊലി കളയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തൊലി കളഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നിങ്ങൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നേരടി എടുക്കാം കേട്ടോ. അത് കണ്ടോ, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പോകുന്നുണ്ട്. ജസ്റ്റ് കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോകുന്നുണ്ട്. വേണ്ട, വളരെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ 2 വെള്ളം മാറ്റി ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു തൊലിയൊക്കെ പോയി കിട്ടി. പിന്നെ എല്ലാത്തിൻ്റെയും തൊലി പൊളിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്ക് വെള്ളുള്ളി നോക്കാം. വെള്ളുള്ളി അതുപോലെ തന്നെയാണോ നോക്കാം. വെള്ളുള്ളി അതുപോലെ തന്നെ തൊലി ഓൾറെഡി അതൊന്ന് വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. വെളുത്തുള്ളിക്ക് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ടായിരിക്കാം ചുടുവെള്ളം ഒഴിക്കുന്നത്. കണ്ടോ, പക്ഷെ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ എളുപ്പത്തിൽ നമുക്ക് തൊലി കളയാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് വെള്ളുള്ളി അച്ചാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പുതർത്തിട്ടാൽ മതി. ഏകദേശം 2-3 വെള്ളം മാറ്റി ഒന്ന് കേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കിട്ടും കേട്ടോ.